ഹലോ ഫ്രണ്ട്സ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഓറിയോ ബ്രൗണിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രൗണിയാണിത്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അടിപൊളിയാണ്. ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മാഗ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓറിയോ ബ്രൗണി ഉണ്ടാക്കാനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അരിപ്പയിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയൊന്ന് അരിച്ചെടുക്കാം. മൈദയിലും കൊക്കോ പൗഡറിലും കട്ടകളൊക്കെ കാണും, അതുകൊണ്ട് അരിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റിവെക്കാം. അടുത്തത് കേക്കിലേക്ക് ചേർക്കാനുള്ള ഓറിയോ കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ വാനില ക്രീമുള്ള ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്, 12 എണ്ണം. ഇത് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളവയും പീസാക്കി എടുക്കാം. നമുക്കിനി കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനു മുൻപ് നമുക്ക് നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ആകാൻ വെക്കണം. ഇനി ഒരു വലിയ ബൗളിലേക്ക് അളവ് കപ്പിന് 1/4 കപ്പ് മെൽറ്റാക്കിയ ബട്ടർ, ഇത് 170 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗർ ഇവ ചേർത്ത് ഒരു വിസ്ക് വെച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 3 മുട്ടയാണ് ചേർക്കേണ്ടത്. നമ്മളിതിലേക്ക് ചേർക്കുന്ന മുട്ട ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് ഉപയോഗിക്കരുത്. നേരത്തെ എടുത്ത് വെളിയിൽ വെച്ച് തണുപ്പൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിനി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് നല്ല സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്യണം. നല്ല ക്രീം പരുവത്തിൽ കിട്ടണം. ഇപ്പോൾ കളർ മാറി നല്ല ലൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർത്ത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കോഫി പൗഡർ ഓപ്ഷണലാണേ. കോഫി ചേർക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് വരും. വേണ്ടെങ്കിൽ ഒഴിവാക്കാട്ടോ. കോഫി പൗഡർ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. പൊടികളൊന്നും കാണാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആകണ്ട കേട്ടോ. അടിയിലൊക്കെ പൊടി മിക്സ് ആകാതെ കിടക്കുന്നുണ്ടെങ്കിൽ മിക്സ് ആകുന്നതിന് വേണ്ടി ഒരു സ്പാറ്റില വെച്ചും കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റും ചേർത്ത് ജസ്റ്റ് കമ്പൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ട് ചെയ്ത ഓറിയോ പീസിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ബാറ്ററിൻ്റെ ടോപ്പിൽ വെക്കാനുള്ളതാണ്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ച് വെച്ചിരുന്നതാണ്. ബാറ്റർ പാനിലേക്ക് നിറച്ചെടുക്കാം കേട്ടോ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് ലെവലാക്കി എടുക്കണം. നല്ലതുപോലെ ലെവലായി കിട്ടുന്നതിന് വേണ്ടി 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഓറിയോ പീസുകൾ വെച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായി ഓവനിലേക്ക് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും കേട്ടോ. 20 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുക. സ്റ്റിക്കിൽ ചെറിയൊരു ഒട്ടലൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കൊള്ളും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. സ്റ്റിക്കിൽ ചെറിയൊരു ഒട്ടലേ ഉള്ളൂ. ബേക്ക് ആയിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂട് നന്നായി ആറിയിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ബ്രൗണി ഉണ്ടാക്കി ഒരു ദിവസം കഴിയുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റിലും അതിൻ്റെ ടെക്സ്ചറിലേക്കും വരത്തുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്